എനിക്കറിയുന്ന ഒരു കുടുംബം നമ്മളെ മലപ്പുറം ജില്ലയിലാണ്. ആ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. 2 കണ്ണിനും കാഴ്ചയില്ലാത്ത ആ കുട്ടി ജനിച്ചപ്പോൾ ആ കുട്ടിയുടെ വാപ്പ ഒരിക്കൽ പറഞ്ഞു, ഉസ്താദെ, കുട്ടീനെ പോറ്റാൻ കഴിയൂല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സമയത്ത് ഓന്റെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കണ്ണ് കാണാത്ത എനിക്കോ കഷ്ടപ്പാടാണ്, ഞാനോ പട്ടിണിയിലാണ്. ഇനി ഈ കുട്ടി വലുതായാൽ ഓനെയും കൂടി പട്ടിണിയും കൊണ്ട് നടക്കണ്ടേ? റോട്ടിലൊക്കെ കാണാലോ കണ്ണ് കാണാത്ത ആൾക്കാരെ. അതുകൊണ്ട് ഇന്റെ കുട്ടിനെ ഞാൻ കൊന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു പോയിട്ടുണ്ട്. ആ കുട്ടി വളർന്നു, ഹിഫ്ദുൽ ഖുർആൻ കോളേജിൽ ചേർത്തി, ഖുർആൻ മനഃപ്പാഠമാക്കി. 3 വർഷം മുമ്പ് സുബ്ഹാനല്ലാഹ് ദുബായിൽ നടക്കുന്ന ജായിസത്തുൽ ഖുർആൻ പാരായണ മത്സരത്തിൽ കണ്ണ് കാണാത്ത കുട്ടിക്ക് സീറ്റ് കിട്ടി. അവിടെ നിന്ന് മത്സരാർത്ഥികളെ കൂട്ടത്തിൽ ആ കുട്ടി ജയിച്ചു. ആ കുട്ടി ജയിച്ചപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്ന ഔദ്യോഗികമായത്, പിന്നെ ആ കുട്ടിക്ക് സമ്മാനം കിട്ടിയത് എല്ലാം കൂടി കൂട്ടി നോക്കിയിട്ട് നാട്ടിലേക്ക് ബാങ്കിലേക്ക് ശരിയായിട്ട് പൈസ അയക്കുമ്പോൾ 1 കോടിയുടെ മുകളിൽ പൈസ വന്നു. 1 കോടിയുടെ മുകളിൽ പൈസ വന്നു. കണ്ണ് കാണാത്ത കുട്ടി ഖുർആൻ ഓതിയിട്ട്. ഇന്ന് ആ വാപ്പയും ഉമ്മയും വീട് വാങ്ങി, സ്ഥലം വാങ്ങി, വീട് വാങ്ങി. അവര് ആ വീടും സ്ഥലവും 60 ലക്ഷം രൂപക്ക് വീടും സ്ഥലവും വാങ്ങിയിട്ട് ബാങ്കിൽ 40 ലക്ഷം രൂപ ബാക്കിയായി. പണ്ട് വാപ്പ ഈ കുട്ടിനെ കൊണ്ട് കുടുങ്ങുമെന്ന് വിചാരിച്ചിട്ട് കൗത്ത് ഞെരിച്ച് കൊല്ലാൻ വിചാരിച്ച കുട്ടിയെ കൊണ്ടാണ് ഇപ്പൊ മാതാപിതാക്കൾ ജീവിച്ചു പോകുന്നത്. അല്ലാഹു ഉണ്ട്. ഒരു വാപ്പാക്കും ഉമ്മാക്കും 3 കുട്ടികൾ, 3 ആൺകുട്ടികളാ. ഒരു 3 ആളും എന്തായി? ഒരാൾ കുവൈത്തിൽ, ഒരാൾ ഖത്തറിൽ, അങ്ങനെയൊക്കെ പോയി. ഇപ്പൊ വയസ്സായ അമ്മാനെയും ബാപ്പാനെയും ഒരു പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മക്കളാണ്, പൈസ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ മാതാപിതാക്കളെ സംരക്ഷിക്കാൻ ആരുണ്ട്? ഇവർക്ക് നടക്കാൻ വയ്യ. പിന്നെ ഒരു ഓട്ടോറിക്ഷക്കാരനെ ഏൽപ്പിച്ചിക്കണേ. ആ ഓട്ടോറിക്ഷക്കാരനാണ് ഇതിനിങ്ങനെ താങ്ങിയിട്ടൊക്കെ കൊണ്ടുനടക്കണമെന്ന് മറ്റുമൊക്കെ. ഇവർ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാത്തിക്ക. അപ്പണ്ട് വേറൊരു ഉമ്മയും ബാപ്പയും വരുന്നു. ഓൽക്കും 3 കുട്ടികളാണ്. ഇവർക്ക് ഇങ്ങനെ 3 കുട്ടികൾ, 2 ആൺകുട്ടികളും 3ാമത്തെ ഒരു ആൺകുട്ടി. ഈ 3ാമത്തെ ആൺകുട്ടി എങ്ങനെയാണെന്നറിയോ? അവന് കാലിന് കുറച്ച് നടക്കാൻ വയ്യ, കാലിന് ലേശം ഭിന്നശേഷിക്കാരനാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ കുറച്ചിങ്ങനെ കൊക്കിയിട്ടാണ് നടക്കണത്. ഈ കുട്ടിൻ്റെ ഉമ്മാനെയും ബാപ്പാനെയും കൊണ്ട് ഇങ്ങനെ വരുന്നു. ഉമ്മാനെയും ബാപ്പാനെയും കൊണ്ടുവന്നിട്ട് ഈ കൊക്കുള്ള കാലുള്ള കുട്ടിയോടെ ഉമ്മാനെ അവിടെ ഇരുത്തി, ബാപ്പാനെ അവിടെ ഇരുത്തി. ആ കുട്ടി പോയി ഡോക്ടറെ അടുത്ത് പോയി ബുക്ക് ചെയ്ത് കൊടുത്ത് പോയി ടോക്കൻ എടുത്ത് ഉമ്മാനെയും കൊണ്ട് ഡോക്ടറെ കാണിച്ച് തിരിച്ചു വന്ന് ഉമ്മാനെ അവിടെ ഇരുത്തി. വാപ്പാനെയും കൊണ്ട് അവിടെ ഡോക്ടറെ കാണിച്ച് വാപ്പാനെ കൊണ്ടുവന്ന് ഇരുത്തി. ഇതൊക്കെ ഇങ്ങനെ കാണുകയാണ്. അപ്പുറത്തെ ആര്? മറ്റേ മീൻ ബാപ്പയും. അപ്പോൾ ഓലിങ്ങനെ പരിചയപ്പെട്ടു. നിങ്ങൾക്ക് എത്ര മക്കളാ? നിങ്ങൾക്ക് 3 മക്കൾ. നിങ്ങൾക്കോ? ഞങ്ങൾക്കും 3 മക്കൾ. കുട്ടികളൊക്കെ എന്തേ? കുട്ടികൾ ഒരാൾ ഖത്തറിൽ, ഒരാൾ ദുബായിൽ, ഒരാൾ കുവൈത്തിൽ, അങ്ങനെയാണ്. നിങ്ങൾക്കോ? ഞങ്ങൾക്കും 3 കുട്ടികളുണ്ട്. 2 ആൾ, ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെയാണ്. ഇവനെ ഇപ്പം ഞങ്ങളൊപ്പം ഉള്ളൂ. ഇവനുള്ളത് കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോഴാണ് മറ്റോലെ ആലോചിക്കുന്നത്, നമ്മളൊരു കുട്ടി ഇങ്ങനെ അയക്കണമെങ്കിൽ ഓനെങ്കിലും നമ്മളൊപ്പം ഉണ്ടായിരുന്നില്ല. ആലോചിച്ചോളും ശരിക്ക്. ഇത് ഞാൻ കഥ പറയണതല്ല. നമ്മളെ പടച്ചോൻ നമ്മളെ നാട്ടിൽ നമുക്ക് 2 വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് ഖുർആൻ ഹാഫിളാക്കാൻ സൗകര്യമുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ നാട്ടുകാരിങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടല്ലോ. 24 മണിക്കൂറും ഇവിടെ മലക്കുകളുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ, ഹഫളത്തിന്റെ മലക്കുകൾ, കിറാമൻ കാത്തിബുകളായ മലക്കുകൾ, മുഅക്കിലീങ്ങളായ മലക്കുകൾ, സയ്യാഹിങ്ങളായ മലായിക്കത്തിന്റെ ബറ്റാലിയൻ. അല്ലാഹുവേ, ഈ സ്ഥാപനം നീ അഭിവൃദ്ധിപ്പെടുത്തണേ അല്ലാ. സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. പടച്ചോനെ, നിങ്ങളൊക്കെ സഹായിച്ചിട്ടാണ് ഇന്ന് നടക്കുന്നത്. ഞാൻ 2 വർഷമോ 3 വർഷത്തെ മുമ്പ് ഇവിടെ വന്നിരുന്നു, ഈ ഹിഫ്ദുൽ ഖുർആൻ തുടങ്ങിയ സമയത്ത്. ഇങ്ങനെ അല്ലാഹു റബ്ബി, ഈ കുട്ടികളൊക്കെ ഇങ്ങനെ ഇപ്പം ഇൻഷാ അല്ലാഹ് ഒരു ബാച്ച് പുറത്തിറങ്ങാനായി തുടങ്ങി. ഇങ്ങനെ അല്ലാഹു ഖൈർ ചെയ്യുമാറാവട്ടെ. ഞാൻ എൻ്റെ ഉമ്മമാരോട് ഒരു കുട്ടിയെങ്കിലും നമ്മുടെ നാട്ടിൽ പഠിപ്പിച്ചിട്ട് ഹാഫിളാവട്ടെ. ആ കുട്ടി ഹിഫ്ദിന്റെ നിലക്ക് പോവട്ടെ. ഇൻഷാ അല്ലാഹ് ലോകത്ത് ഖുർആൻ ഹാഫിള്, അതോടൊപ്പം ഇംഗ്ലീഷ് അറിയാം, അതോടൊപ്പം അറബി അറിയാം. അങ്ങനത്തെ കുട്ടികൾക്ക് ലോകം കാത്തു നിൽക്കാണ്. ഇപ്പൊ AP ഉസ്താദ് ഇന്തോനേഷ്യയിൽ പോയി, മലേഷ്യയിൽ പോയി, സിംഗപ്പൂരിൽ പോയി. ഖുർആൻ ഹാഫിളീങ്ങളായ, ഭാഷ അറിയുന്ന, ഖുർആൻ ഹാഫിളീങ്ങളായ, കുറച്ച് പ്രസംഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് ഇന്ത്യയുടെ 1 ലക്ഷം ശമ്പളം, ഇന്ത്യയുടെ 1 ലക്ഷം ശമ്പളം, അതോടൊപ്പം ഫാമിലി അക്കോമഡേഷൻ, അതോടൊപ്പം ഇയർലി ടിക്കറ്റ്. ഇതൊക്കെ ആനുകൂല്യങ്ങൾ കിടക്കാണ്. പട്ടിണിയാവും വിചാരിച്ചുകൊണ്ട് ആരും കുട്ടികളെ മോര്യാരാക്കാതെ കണ്ട. അതെനിക്ക് അൽഹംദുലില്ലാ, ഞാനും ഒരു മൂല്യാരാണ്. എൻ്റെ തടിമേലുള്ള തുണി
തലീക്കെട്ട്, തൊപ്പി, കുപ്പായം, ബനിയൻ, തുണി ഒന്നും ഇന്ത്യൻ്റെതില്ല, ഒക്കെ ഗൾഫിൻ്റെതാണ്. മൂല്യാരായതുകൊണ്ട് കിട്ടിയ കൊണ്ടാണ്. കണ്ടങ്ങൾ ഒക്കെ ശമ്പളമൊക്കെ ഏതേ ഉണ്ടാവുള്ളൂ, ശമ്പളമൊക്കെ ചെറിയ ശമ്പളം ഉണ്ടാവുള്ളൂ. പക്ഷെ അള്ളാഹു ഈ ബൈക്ക് പോകുമ്പോൾ പിന്നെ ലാഭം വേറെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പൂതിയാകും മൂല്യാരാകാൻ പൂതിയാകും. എന്തുകൊണ്ട്? നമ്മളെ മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് മദ്രസ ഉസ്താദ് അതാ മദ്രസ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർ, നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ നിയ്യത്ത് പഠിച്ചത് എവിടുന്ന? നമ്മൾ ഒതുവിൻ്റെ നിയ്യത്ത് പഠിച്ചത് എവിടുന്ന? മദ്രസന്ന്. കുളിൻ്റെ നിയ്യത്ത് പഠിച്ചത് എവിടുന്ന? ഈ നാട്ടിലൊരാണോ പെണ്ണോ ഒതു കൊടുക്കേ കുളിക്കേ ചെയ്യുന്നുണ്ടെങ്കിൽ നിയ്യത്തുണ്ട് ഇല്ലേ? അല്ലാ, വലിയ അശുദ്ധിൻ്റെ ആയിട്ട് കുളത്തിൽ അവിടെ പോയിങ്ങാണ്ട് ഉയരട്ടെ, ഇങ്ങനെ ഉയരട്ടെ പറഞ്ഞാൽ ജനാപത്ത് ഉയരുമോ? മുദ്രാവാക്യം വിളിച്ചാൽ ഉയരൂല. അതിൻ്റെ നിയ്യത്ത് തന്നെ വേണ്ടേ? ഒരു പെണ്ണുങ്ങൾ കുളിക്കാൻ പോയിങ്ങാണ്ട് ഫാത്തിമ ബീവി കുളിച്ച കുളി ഞാനും കുളിക്കുന്നു വേണം. അവിടെ എന്തായാലും അതിൻ്റെ നിയ്യത്ത് ചെയ്യാൻ. ഈ നിയ്യത്ത് ആരെ പഠിപ്പിച്ചത്? മദ്രസന്ന്. വജ്ജത്ത് എവിടുന്ന് കിട്ടിയത്? മദ്രസന്ന്. ഫാത്തിഹ എവിടുന്ന് കിട്ടിയത്? മദ്രസന്ന്. അത്തഹിയാത്ത് എവിടുന്ന് കിട്ടിയത്? മദ്രസന്ന്. കുനൂത്ത് എവിടുന്ന് കിട്ടിയത്? മദ്രസന്ന്. ഇതൊക്കെ ആ മദ്രസയിലെ ഉസ്താദിന്റെ ഒരു ഭാഗ്യം ഓർത്തു നോക്ക് നിങ്ങൾ. ഒരു മദ്രസയിലെ ഉസ്താദ് അയാൾ പഠിപ്പിച്ച ഫാത്തിഹ ഒരു പക്ഷേ അയാളെ കമ്മിറ്റിക്കാർ പിരിച്ചുവിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നല്ല നിലക്ക് വിട്ടിട്ടുണ്ടാവും, അയാൾ മരിച്ചു പോയിട്ടുണ്ടാവും, എന്തോ ആവട്ടെ. അയാളെ പഠിപ്പിച്ച ഫാത്തിഹ കൊണ്ട് നാട്ടിലെ ആൾക്കാർ ജുമാ നിസ്കാരം, ഫർള് നിസ്കാരം ഇതൊക്കെ ഇങ്ങനെ നിർവഹിക്കുമ്പോൾ അയാളെ ഖബറിലേക്ക് ദിവസം കിട്ടുന്ന വരുമാനം എത്രയാണ്? അത് പഠിച്ചത് കൊണ്ടാണ് ചെറിയ ശമ്പളത്തിന് നമ്മളൊക്കെ റെഡിയായിട്ട് പോണത്. ശമ്പളം ചെറുതായിക്കോട്ടെ, ഭയങ്കര ബർക്കത്താണ്, വലിയ ബർക്ക. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ജീവിക്കുന്നതിനേക്കാൾ ബർക്കത്തിൽ ജീവിക്കാൻ അല്ലാഹു തആല മക്കൾക്ക് തൗഫീഖ് നൽകണം. അത് എന്താണ്? അത് ഖുർആൻ അല്ലാഹു കൊടുത്തൊരു ബഹുമാനം. അതുകൊണ്ട് ഉമ്മമാര്, വാപ്പമാര് ഖുർആൻ പഠിച്ചു ഹാഫിളായി വിചാരിച്ചിട്ട് കുട്ടിക്ക് ജോലി കിട്ടാതായി പോകുമോ എന്നൊന്നും പേടിക്കണ്ട. ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് അൽഹംദുലില്ലാ +2 കഴിയുമ്പോഴേക്ക്, ഡിഗ്രി കഴിയുമ്പോഴേക്ക് കുട്ടി ഖുർആൻ ഹാഫിളാകും, നല്ല പോലെ ഫ്ലൂവന്റ് ഇംഗ്ലീഷ് സംസാരിക്കും, നല്ല പോലെ സംസാരിക്കും. അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലെ കഴിവ് നമ്മുടെ സ്ഥാപനങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബി, ഞാനിത് വെറുതെ പറയല്ല. എൻ്റെ മൂത്ത മോനെ ഞാൻ ഹാഫിളാക്കി ദാറുൽ മുസ്തഫയിൽ അയച്ചു, യമനിൽ. അവിടുന്ന് പഠിച്ചു പൂർത്തിയായി വന്നു, സക്കാഫിയായി, അൽഹംദുലില്ലാ. രണ്ടാമത്തെ മോനോടെ നോളജ് സിറ്റിന്ന് അഡ്വക്കേറ്റ് സക്കാഫിയായി. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിങ്ങാണ്ട് തന്നെയാണ് നിങ്ങളോട് പറഞ്ഞത്, അല്ലാതെ എൻ്റെ മക്കളെ വേറെ വഴിക്ക് വിട്ടുങ്ങാണ്ടല്ല. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. എല്ലാ പടച്ചോനെ ഞങ്ങളെ മക്കളൊക്കെ നന്നാക്കണേ അല്ലാ. പെൺമക്കളെ നിങ്ങൾ പഠിക്കണം, നല്ല പോലെ പഠിക്കണം. 12ാം ക്ലാസ് മദ്രസും 12ാം ക്ലാസ് സ്കൂളും നമ്മുടെ നാട്ടിൽ നടപ്പായിട്ടുണ്ട്. ഇത് പഠിക്കാത്ത ഒരാളും ഉണ്ടാവരുത്. പെൺകുട്ടികൾ ബുദ്ധിക്കനുസരിച്ച്, അവരെ താല്പര്യത്തിനനുസരിച്ച് ഉയർന്ന് പഠിച്ചോട്ടെ, ഒരു നല്ല പോലെ പഠിച്ചോട്ടെ. 2 വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ അച്ചടക്കമുള്ള കുട്ടികളാകും. ഒരു പേടിയും പേടിക്കാനില്ല. കുട്ടികൾക്ക് അച്ചടക്കം, ദീനി വിദ്യാഭ്യാസം ഇല്ലാതിരിക്കുമ്പോഴാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്. നമ്മുടെ പെൺമക്കൾ പഠിക്കട്ടെ. നമുക്ക് ഒട്ടേറെ ടീച്ചേഴ്സിന് ആവശ്യമുണ്ട്. നമ്മുടെ തിബിയാനിലെ ടീച്ചർ വേണം, നമ്മുടെ സഹറത്തുൽ ഖുർആനിലെ ടീച്ചർ വേണം, നമ്മുടെ പ്രീ KG, LKG, UKG അങ്ങനെ ചെറിയ ബുദ്ധിയുള്ള കുട്ടികളൊക്കെ മോണ്ടിസോറി ടീച്ചിങ് ട്രെയിനിങ്ങിൽ എടുത്തിട്ട് ഞങ്ങളിപ്പോൾ നിലമ്പൂർ നടത്തുന്ന മാഹിറ വിമൻസ് അക്കാദമി ഉണ്ട്. 300 പെൺകുട്ടികൾ പഠിച്ചു, എല്ലാവരും ജോലിയിലായി. ഒറ്റ കുട്ടിയും കെട്ടിച്ചാത്തയില്ല, വിവാഹം നടക്കാത്ത ഒരൊറ്റ കുട്ടിയില്ല. ലാസ്റ്റ് പരീക്ഷ ആകുമ്പോഴേക്ക് എല്ലാ കുട്ടികളും നിക്കാഹ് ആലോചന വിഷയങ്ങളും ഒക്കെ. എന്തുകൊണ്ട്? നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ കുട്ടിക്ക് 2 വിദ്യാഭ്യാസവും കിട്ടി, അതോടൊപ്പം കുട്ടിക്ക് നല്ല അച്ചടക്കമായി. ഇപ്പൊ പുതിയാപ്പിള്ളാരിങ്ങനെ ലൈൻ നിൽക്കുകയാണ്. ഞാൻ ഇത് ഒരു വെറുതെ കഥ പറയല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഓരോ ദിവസവും കുട്ടികളിങ്ങനെ ലാസ്റ്റ് ഇയറിന് പഠിക്കുന്ന കുട്ടികൾ രാവിലെ വരുമ്പോൾ കാണാൻ മുട്ടായി ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്താ ചോദിച്ചു, ഇന്നലെ ഇന്നൊരാൾ കാണാൻ വന്നതിന് ഉസ്താദെ മീൻ ബാപ്പാക്കൊക്കെ ഇഷ്ടപ്പെട്ടിക്കണേ. അപ്പം ഒരു മുട്ടായി ഒരു ഏറ്റിങ്ങനെ വരുന്നതാണ് കുട്ടികൾ. ഇപ്പം ഒരു മുട്ടായിൻ്റെ കാലമാണ്. അല്ലാഹു റബ്ബി. അപ്പം ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പെൺകുട്ടികളെയും പഠിപ്പിക്കണം നമ്മൾ. 2 വിദ്യാഭ്യാസവും കൊടുക്കണം. ഇവിടെ നമുക്ക് പെൺകുട്ടികൾക്ക് ഇനി കോളേജിന് ഡിഗ്രി തലത്തിൽ പോയിട്ട് ഞായറാഴ്ച ഒഴിവ് ദിവസങ്ങളിൽ ആ ഡിഗ്രി തലത്തിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രം നമ്മൾ പ്രത്യേകം കോഴ്സ് വെച്ച് പഠിപ്പിക്കുക.